തമിഴ്നാട് തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനാലും പെരിയാർ ടൈഗർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും വർഷത്തിൽ ഒരിക്കൽ മെയ് മാസം ചിത്ര പൗർണമി ദിനത്തിൽ മാത്രമാണ് ക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും സംയുക്തമായാണ് ഈ ഉത്സവം നടത്തുന്നത്. വനപാതയിലൂടെയുള്ള നടത്തത്തിനിടയിൽ നിരനിരയായി വരുന്ന ജീപ്പുകൾക്കിടയിലൂടെയുള്ള നടത്തവും പൊടിയും വെയിലും കുറച്ച് പ്രയാസപ്പെടുത്തി. പോകുന്ന വഴിയിലെല്ലാം കുടിവെള്ളം സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുമ്പോഴേക്കും ജീപ്പുകളുടെയും ജനങ്ങളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വനത്തിൽ നിന്ന് അല്പം മാറി കുന്നിന്റെ മുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരിങ്കല്ലിനാൽ നിർമ്മിച്ച 4 ക്ഷേത്ര സമുച്ചയങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്കിലും നിലവിൽ 2 ക്ഷേത്രങ്ങൾ മാത്രമാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. 2 ക്ഷേത്രങ്ങളിലെയും പൂജകളിൽ വ്യത്യാസമുണ്ട്. ഒരു ക്ഷേത്രം തമിഴ്നാട് അതിർത്തിയിൽ തമിഴ് ശൈലിയിലുള്ള പൂജകളും മറ്റൊന്നിൽ കേരള ശൈലിയിലുള്ള പൂജകളുമാണ് നടക്കുന്നത്. എങ്കിലും 2 ക്ഷേത്രങ്ങളിലും തിരക്ക് ഒരുപോലെയാണ്. പുരാതന ചേരനാട്ടിലെ രാജാവായിരുന്ന ചെങ്കുട്ടുവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് കണ്ണയ്ക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും